മോർണിംഗ്. സ്കിൽ മാപ്പ് സ്കൂൾ ഓഫ് ഡാറ്റ സയൻസിലേക്ക് സ്വാഗതം. ഞാൻ മുത്തുകുമാർ, സ്കൂൾ ഓഫ് ഡാറ്റ സയൻസിൻ്റെ ട്രെയിനറും ഫാക്കൽറ്റിയുമാണ്. ഡാറ്റ സയൻസിൻ്റെ കോർപ്പറേറ്റ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഡാറ്റ സയൻസിൻ്റെ ഷോർട്ട് ടൈം ലോങ് ടൈം കോഴ്സിൻ്റെ ഫാക്കൽറ്റിയും കൂടിയാണ്. പാലാരിവട്ടം ആണ് നമ്മുടെ ഓഫീസ്. ഡാറ്റ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇമ്പോർട്ടൻസും അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും കുട്ടികളോടും കാൻഡിഡേറ്റ്സിനോടും ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനൊരു വീഡിയോ കവർ ചെയ്യുന്നത്. ഡാറ്റ സയൻസിൻ്റെ പ്രാധാന്യം എത്രത്തോളം ജോബ് വേക്കൻസീസ് ഉണ്ട്, ഡാറ്റ സയൻസ് എന്താണ് എന്നുള്ള വിവരം വളരെ ലളിതമായിട്ടും നിങ്ങൾക്ക് അറിയാവുന്നത് രീതിയിൽ വളരെ സ്പഷ്ടമായിട്ട് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ഫാക്കൽറ്റി, ഒരു ഗസ്റ്റ് ലെക്ചറും കൂടെയാണ്. കൂടാതെ തന്നെ കോർപ്പറേറ്റ് ട്രെയിനിങ്ങും 14 വർഷത്തെ ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സുമായി എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയും കൂടെയാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്തെന്നാൽ, ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എവരി വിൽ ബി ഡാറ്റ. എല്ലായിടത്തും ഡാറ്റാസാണ്. ഡാറ്റാസ്. അപ്പം ഇത്രയും കാലം നമ്മൾ പല സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷനും പലയിടത്തും യൂസ് ചെയ്യാറുണ്ട്. ഇത്തരം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ ഡാറ്റ ആണ് കളക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കളക്ട് ചെയ്ത് കിട്ടുന്ന ഡാറ്റാസിൻ്റെ ഒരു ഫർദർ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഡാറ്റയ്ക്കകത്ത് ഡാറ്റ സയൻസ് എന്നൊരു സബ്ജക്റ്റ്, ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് എന്ന ഒരു പ്രോസസ്സ് വന്നിട്ടുണ്ട്. വളരെ ബൂമിംഗ് ആയിട്ടുള്ള ജോബ് വേക്കൻസിയെക്കുറിച്ചാണ് ഡാറ്റ സയൻസ് പറയുന്നത്. നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. skillmap.in കറണ്ട് വേക്കൻസീസ് നോക്കിക്കഴിഞ്ഞാൽ, കറണ്ട് ഓപ്പണിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട വേക്കൻസികൾ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന ആ ലിസ്റ്റ് ചെയ്തിട്ടുള്ള വേക്കൻസികൾ കമ്പനിയുടെ പ്രൊഫൈലുകൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതിനകത്തുള്ള സ്കിൽ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ സ്പഷ്ടമാണ്. ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ സയൻസിനുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നതിനകത്ത് കാണാൻ പറ്റും. ഞങ്ങളുടെ ഡാറ്റ സയൻസ്, നമ്മുടെ സിലബസ്, സ്കൂൾ ഓഫ് ഡാറ്റ സയൻസ്, സ്കിൽ മാപ്പ് സ്കൂൾ ഓഫ് ഡാറ്റ സയൻസ്, ഞങ്ങളുടെ സിലബസിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സെയിം പാറ്റേൺ നമ്മൾ സെയിം തന്നെയാണ് അതാത് കമ്പനികളുടെ സ്കിൽ സെറ്റുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ജോബ് വേക്കൻസിയുടെ ലിസ്റ്റ് നിങ്ങൾ നോക്കുക, നമ്മുടെ സൈറ്റിനകത്തുണ്ട്. ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് സ്പഷ്ടമാണ്. ഡാറ്റ സയൻസിന് ഇപ്പം ജസ്റ്റ് ഒരു മാഗസീനിൽ, കുറച്ച് മുമ്പുള്ള പത്രങ്ങളിൽ ഒരു വാർത്ത വന്നത്, ഡാറ്റ സയൻറ്റിസ്റ്റിന്, ഡാറ്റ സയൻസ് പഠിച്ചിറങ്ങുന്ന ഒരു വ്യക്തി ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയും. എക്സ്പെർട്ടായിട്ടൊരു വ്യക്തി ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയും. ഈ ഡാറ്റ സയൻറ്റിസ്റ്റിന് ചാർട്ടേഡ് അക്കൗണ്ടന്റിനേക്കാളും കൂടുതൽ സാലറി കൊടുക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ സാലറി കിട്ടുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. സാലറി 1-2 അല്ല, 75 lakhs ഇൻ എ ഇയർ. അതിനകത്ത് പറയുന്നത് എന്തെന്നാൽ, ചാർട്ടേഡ് അക്കൗണ്ടന്റിനേക്കാളും കൂടുതൽ പ്രൊഫൈൽ ഡാറ്റ സയൻറ്റിസ്റ്റിന് എന്തുകൊണ്ട് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് ബേസിക്കലി നമുക്ക് വലിയ ഒരു പർട്ടിക്കുലർ പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോസസ്, ഒരു ഡിഗ്രി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ വേണമെന്നില്ല. ഡാറ്റ സയൻറ്റിസ്റ്റ് ആകുന്നതിന് നമുക്ക് ബേസിക്കലി കമ്പ്യൂട്ടർ നോളജും അടിസ്ഥാനപരമായിട്ടുള്ള മാത്തമാറ്റിക്കൽ സയൻസ് തുടങ്ങിയ സബ്ജക്റ്റുകൾ മാത്രം മതിയാകും. അതുകൊണ്ട് അത്തരം പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, ചില സബ്ജക്റ്റ് ലാഗ് വന്ന കുട്ടികൾ തന്നെയും ഞങ്ങളുടെ സെൻറ്ററിൽ വന്ന് ഡാറ്റ സയൻസിൻ്റെ കോച്ചിങ് കൊടുക്കാറുണ്ട്, ആവശ്യപ്പെടാറുണ്ട്. നിങ്ങൾ അത്തരം കോച്ചിങ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഞങ്ങളൊരു പാറ്റേൺ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സിലബസ് ഞങ്ങളുടെ സൈറ്റിനകത്ത് കിടപ്പുണ്ട്. നിങ്ങളുടെ സൈറ്റിനകത്ത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ സയൻസിൻ്റെ സിലബസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പം ഡാറ്റ സയൻറ്റിസ്റ്റിന് കേരളത്തിൽ വേക്കൻസി അറ്റ് പ്രസൻ്റ്ലി ഇപ്പം ആയി വരുന്നതേ ഉള്ളൂ. എന്നാൽ ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴത്തേക്കും ഡാറ്റ സയൻസിൻ്റെ വേക്കൻസി ഒത്തിരിയും കൂടുതലാണ്. അതേസമയത്ത് തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ വേക്കൻസി വളരെ കൂടുതലാണ്. മുൻകാലങ്ങളിൽ ഡാറ്റ സയൻറ്റിസ്റ്റിന് പകരം സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിനെയാണ്, പ്രോഗ്രാമിംഗ് ഡെവലപ്പേഴ്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, എൻജിനീയേഴ്സിനെയാണ് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്.
എന്നാൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്നും റിക്രൂട്ട് ചെയ്യുന്നതിന് പകരം പൈത്തോൺ പ്രോഗ്രാമിംഗ് ബേസ് ഉള്ള ഡാറ്റ സയൻറ്റിസ്റ്റിനെയാണ്, അല്ലെങ്കിൽ ഡാറ്റ സയൻറ്റിസ്റ്റ്, ഡാറ്റ അനലിറ്റിക്സിനെയാണ് ഇപ്പോൾ റിക്രൂട്ട് ചെയ്തു വരുന്നത് കമ്പനികൾ. ഇന്ത്യക്കുള്ളിൽ ഡാറ്റ സയൻറ്റിസ്റ്റിന് വരുന്ന മിനിമം സാലറി എന്ന് പറയുമ്പോഴത്തേക്കും പെർ ഇയർ 8 lakhs തുടങ്ങുന്നത്. എസ്പെഷ്യലി കേരള, കൊച്ചിയിലും അതുപോലെ തന്നെ കേരളത്തിലെ 1-2 മൾട്ടിനാഷണൽ കമ്പനികളിൽ ഡാറ്റ സയൻറ്റിസ്റ്റിനെ ഈ ഇടയ്ക്ക് കഴിഞ്ഞ 1 or 2 weeks ബിഫോർ അവർക്ക് കിട്ടിയ ജോബ് ഓഫർ ലെറ്ററിൽ 80,000 പെർ മന്താണ് സാലറി ഓഫർ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത്രയും ഒരു സാലറി ഓഫർ പാക്കേജോടുകൂടി ഇവർക്ക് കിട്ടുന്നതിന് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിനും അവരുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാൻ കഴിയും. ഈ എക്സ്പീരിയൻസ് ഇപ്പം ഒരു വർഷം അല്ലെങ്കിൽ 1 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഡാറ്റ സയൻറ്റിസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആ 1 വർഷത്തെ കാലയളവും പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന ഇൻറ്റേൺഷിപ്പും ഞങ്ങൾ അഡീഷണലായിട്ട് കൊടുക്കുന്ന മറ്റ് എക്സ്പീരിയൻസുകൾ കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് അപ്രോക്സിമേറ്റ്ലി ദാറ്റ് മീൻസ് മിനിമം 50,000 50,000 രൂപയുടെ സാലറി പാക്കേജ് ആണ് ഓഫർ ചെയ്ത് വരുന്നത്. ഓരോ ഡൊമൈനിലും, അതായത് ഈ ഡാറ്റ സയൻസ് പല ഡൊമൈനുകളുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റ എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ഡാറ്റ സയൻസിൻ്റെ പ്രോസസ്സ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പം എല്ലാ ഡൊമൈനിലും മീൻസ് ബാങ്ക് ആയാലും ഹോസ്പിറ്റാലിറ്റി, ഇൻഷുറൻസ്, റീറ്റെയിൽ സെക്ഷൻ, എയറോപ്ലെയിൻസ്, മൾട്ടിനാഷണൽ കമ്പനികൾ, മാർജിൻ ഫ്രീ മാർക്കറ്റ്, എല്ലായിടത്തും ഡാറ്റാസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഡാറ്റാസ് ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ ഡാറ്റ സയൻസ് അല്ലെങ്കിൽ ഡാറ്റ സയൻറ്റിസ്റ്റ്, ഡാറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ ആവശ്യമുള്ള ആൾക്കാർ വളരെയധികം അത്യന്താവശ്യമാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ ആവശ്യകത നിലവിലുള്ളതിനേക്കാളും 80% അധികം ആകും എന്നാണ് നിലവിലുള്ളതിനേക്കാൾ 80% അധികമാകുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പറയുന്നത്. 4 മുതൽ 8 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ഈ എക്സ്പീരിയൻസ് നമ്മൾ ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഡൊമൈൻ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരും. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ മിനിമം സാലറി എന്ന് പറയുന്നത് 4 lakhs ആണ്. ബാംഗ്ലൂർ ബേസ്ഡ് പല കമ്പനികൾ ഡാറ്റ സയൻറ്റിസ്റ്റിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. മിനിമം 4 to 5 year എക്സ്പീരിയൻസ് ഉള്ള ഓരോ ഉദ്യോഗാർത്ഥികൾക്കും മിനിമം സാലറി ആക്കി ഓഫർ ചെയ്തിരിക്കുന്നത് 4 lakhs ആണ്.